ഈ വേദാലക്ഷ്മി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള മെയിൻ സ്ട്രീം ചാനലുകളിൽ സമ്മറണ്ണൻ, രേവതി, അൻസിഫ് പോലുള്ള മൂപ്പൻ പോലുള്ള ചാനലുകളൊക്കെ ഭയങ്കരമായി ആഘോഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, വേദലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്, അതാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ LGBTQ+ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വിഭാഗവും ഈ പറഞ്ഞ ജെൻഡർ എന്ന് പറയുന്ന ഒരു മെയിൽ ജെൻഡർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നതും എല്ലാം തുല്യമല്ലേ? ഇവർക്ക് സമൂഹത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നെവിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഈ പറഞ്ഞ ആദില നൂറ പറഞ്ഞ എന്താണ്, നീ ആണാണെങ്കിൽ ഇറങ്ങിപ്പോടാ. ആ ഒരു കാർഡ് എന്തുകൊണ്ട് ഈ പറഞ്ഞ സമ്മറണ്ണനും അല്ലെങ്കിൽ രേവതി ഒന്നും ആഘോഷിച്ചില്ല? അവരാരും പറഞ്ഞില്ല. അതൊരു കാർഡല്ലേ? അനീഷിനെതിരെ നിരന്തരമായിട്ട് ഇവർ ആക്രമിക്കുന്നുണ്ടല്ലോ. നീ ആണുങ്ങളെ പോലെ നടക്കണമെന്നൊക്കെ ഈ പറഞ്ഞ ആദില പറയുന്നുണ്ടല്ലോ. ഇതെന്തുകൊണ്ട് ആരും ആഘോഷിക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു ചാനലുകാരും പറയുന്നില്ല? ഇപ്പം ഈ പറഞ്ഞ വേദലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, നല്ലൊരു മോശപ്പെട്ട വാക്കാണ്, അംഗീകരിക്കുന്നു, ഞാനും അത് എതിർക്കുന്നു. പക്ഷേ ഇതേ എതിർപ്പ് ബാക്കിയുള്ളതിനൊന്നും വരാത്ത എന്താണ്? ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ വെറുതെ കൊണ്ട് ബിഗ് ബോസിൽ ഇടുന്ന എന്തിനാണ്? ഇപ്പൊ എത്രയോ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരെയൊക്കെ ഒരു നോർമൽ ലൈഫിലെ പോലെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ. മറ്റേ റിയാസ് സലീമിനെ പോലുള്ള കഴിവുള്ളവർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നതിന് നമുക്ക് ആർക്കും എതിർപ്പില്ല, സന്തോഷമേ ഉള്ളൂ, നല്ല കാര്യം. പക്ഷെ ഇവളുമാരെയൊക്കെ എന്ത് കഴിവ് കണ്ടിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ആണോ പിടിച്ചങ്ങ് കയറ്റുക, ബിഗ് ബോസ് പിടിച്ചങ്ങ് കയറ്റുക? LGBT+ ആണോ പിടിച്ച് കയറ്റുക? അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്ജെൻഡർ ആണോ പിടിച്ചങ്ങ് കയറ്റുക? ആ കഴിവോ മറ്റേതോ ഒന്നും നോക്കുന്നില്ല. ജാൻമണിയൊക്കെ പിടിച്ച് എന്തിനാ കയറ്റിയത്? മലയാളം നല്ലോണം സംസാരിക്കാൻ അറിയാൻ പറ്റുന്നുണ്ടോ? എല്ലാവരെയും ഒരേ കണ്ണി കാണണം. അൻസിഫ് എന്ന് പറഞ്ഞ വ്യക്തി ആണാണ്, രേവതി എന്ന് പറഞ്ഞ വ്യക്തി പെണ്ണാണ്. ഇതേ പ്രാധാന്യം ഉള്ളൂ ഈ പറഞ്ഞ ആദിലയ്ക്കും നൂറയ്ക്കും. അവര് രണ്ടിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇല്ല. അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്?